മാറ്റി നിർത്തി കാര്യം പറഞ്ഞപ്പോഴല്ലേ ഉദ്ദേശം മനസ്സിലായത്. അല്ല, മാറി നിന്ന് നിങ്ങൾ സംസാരിച്ചെന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് ഗൗതമന് മനസ്സിലായില്ലേ? വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെയല്ല, എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ. എന്നാലല്ലേ ഇതെടുത്ത് എനിക്ക് വേറെ എവിടെയെങ്കിലും പ്രയോഗിക്കാൻ പറ്റൂ. അല്ലേ നിർമ്മലാമ്മേ? എന്നെ പിടിച്ചുകൊണ്ടേ മാറ്റി നിർത്തിയിട്ട് നിധിമോളുടെ ഒരു അഭിനയം ഉണ്ടായിരുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആന്റി, ഞാൻ പറയുന്നതുപോലെ തിരികെ അവിടെ ചെന്ന് പറഞ്ഞേക്കണം. ഇതാ ജ്യോതിർമയുടെ ശിവാനിയുടെയും കുതന്ത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. തൽക്കാലം ഇതിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. തിരികെ ചെന്നിട്ട് ആന്റി തന്നെയാണ് മോതിരം എടുത്ത് നിങ്ങൾ സമ്മതിച്ചോണം. പേടിക്കണ്ട. സമ്മതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനെന്താ പറയണ്ടേ? പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. വാ ഇങ്ങോട്ട്. തക്ക സമയത്ത് നിധിയെ ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അഭിനയത്തിന്റെ കാര്യത്തിൽ നിധിയേക്കാളും ഒട്ടും മോശമല്ല നിർമ്മലാമ്മയും. എന്തായിരുന്നു തിരിച്ചു വന്നിട്ടുള്ള ആ ഭാവപ്രകടനം? എന്റെ അമ്മോ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ. രണ്ടിന്റെയും വാല് മുറിഞ്ഞു. അത് മതി, സന്തോഷമായി. ഒരുപാട് അങ്ങ് സന്തോഷിക്കണ്ട. അങ്ങനെയൊന്നും അടങ്ങുന്ന ആൾക്കാരല്ല ജ്യോതിർമയും ശിവാനിയും. അവരുടെ പ്രധാന ലക്ഷ്യം ഞാനല്ല, ഗൗതമ. ആ CKC ആണെങ്കിൽ ഗൗതമന്റെ ബിസിനസ് തകർക്കാൻ നോക്കുന്നു. ജ്യോതിർമയി ഈ കുടുംബം തകർക്കാൻ നോക്കുന്നു. എല്ലാത്തിനും കൂട്ടായി ആ ശിവാനിയുണ്ട്. ഗൗതം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. CKC ജ്യോതിർമയി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഗൗതമിനും അറിയാവുന്നല്ലേ ആ CKCയുടെ സ്വഭാവം വെറും വൃത്തികെട്ടവനാ. നിർമ്മലാമ്മ പറയുന്നത് വളരെ ശരിയാ. അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള വഴികൾ തന്നെയാ ഞങ്ങളും ആലോചിക്കുന്നത്.